ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ എല്ലാവരും ആവശ്യപ്രകാരം നമുക്ക് വീടിൻ്റെ മുകളിൽ ടാങ്ക് വയ്ക്കുന്ന സമയത്ത്, അതായത് നമ്മുടെ ബാത്റൂമിൽ നല്ല രീതിയിൽ പ്രഷർ കാര്യങ്ങളൊക്കെ ലഭിക്കണമെങ്കിൽ നമുക്ക് എത്ര അടിയുടെ സ്റ്റാൻഡാണ് കൊടുക്കേണ്ടത്, അതെങ്ങനെയൊക്കെ കൊടുക്കണം. ഇനി അത് മാത്രമല്ല, നമ്മൾ രണ്ട് സ്റ്റാൻഡിൽ, അതായത് ഒറ്റ സ്റ്റാൻഡിൽ തന്നെ രണ്ട് രീതിയിൽ, രണ്ട് ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും നിങ്ങൾ വാടകയ്ക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ സെപ്പറേറ്റ് ടാങ്കുകളൊക്കെ ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യമേ തന്നെ നമുക്ക് സ്റ്റാൻഡ് നോക്കാം. സ്റ്റാൻഡ് നമ്മളിവിടെ സാധാരണ കൊടുക്കേണ്ടത് ഏറ്റവും കുറഞ്ഞത് നമുക്ക് 5 അടിയെങ്കിലും കൊടുക്കണം. അതായത് ഒരടി എന്ന് പറഞ്ഞാൽ 30 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 150 സെൻറ്റിമീറ്റർ സംതിങ് വരുന്ന സ്റ്റാൻഡെങ്കിലും നമ്മൾ കൊടുത്താൽ മാത്രമേ അത്യാവശ്യം പ്രഷർ കാര്യങ്ങൾ നമുക്ക് ബാത്റൂമുകളിൽ ലഭിക്കുന്നു. ഈ ബാത്റൂമുകൾ എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 ഫ്ലോർ ഉണ്ടെന്ന് വിചാരിക്കുക. ഫസ്റ്റ് ഫ്ലോറിലാണ് ഞാൻ ഈ പറഞ്ഞ. ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് നോർമൽ ലെവലിൽ നമ്മൾ അത്യാവശ്യം പ്രഷർ കാര്യങ്ങൾ കിട്ടും. ഏറ്റവും താഴത്തെ നിലയിൽ നമുക്ക് ഈ പ്രശ്നം വരുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ്. അതായത് രണ്ടാമത്തെ നിലയിലാണ് നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ പ്രഷർ കാര്യങ്ങൾ കംപ്ലൈൻറ്റ് വരാൻ ചാൻസ്. അപ്പോൾ നമ്മൾ തൊട്ട് വാർക്കയുടെ മുകളിലാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ ഷവറും, അതായത് ഒന്നാമത്തെ നിലയുടെ ഷവറും നമ്മുടെ ടാങ്ക് തമ്മിൽ അധികം ലെങ്ത്ത് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് പ്രഷർ കുറയാനുള്ള ചാൻസ്. നമ്മളിവിടെ 5 അടി സ്റ്റാൻഡാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ കാണുന്നുണ്ടോ? 5 അടി സ്റ്റാൻഡ് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് 2 ടാങ്ക് വെക്കാനുള്ള രീതിയിൽ തന്നെയാണ്. നല്ല സ്ട്രോങ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 2 ടാങ്ക് എന്ന് ഉദ്ദേശിച്ച് 1000 ലിറ്ററിൻ്റെ ഒരു ടാങ്കും തൊട്ട് ഇപ്പുറത്ത് നമ്മൾ ഒരു ടാങ്ക് കൂടി കൊടുക്കാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മുകളിലത്തെ നില, അതായത് ഒന്നാമത്തെ അല്ലെങ്കിൽ രണ്ടാമത്തെ നിലയോ അല്ലെങ്കിൽ ഒന്നാമത്തെ നില വാടകയ്ക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് വൈദ്യുതിയും വെള്ളവും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സെപ്പറേറ്റ് ഒരു ടാങ്ക് കൂടി കൊടുക്കാൻ വേണ്ടിയിട്ട്. അതല്ല നിങ്ങൾക്ക് തന്നെ 2000 ലിറ്റർ വെള്ളം കൊടുക്കുന്നതെങ്കിൽ, 2 വീട്ടിലെ ആവശ്യം കൊടുക്കണമെങ്കിലും 2 ടാങ്ക് വയ്ക്കാവുന്ന രീതിയിലുള്ള ഓപ്ഷൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇത്രയും നീളമുള്ള ടാങ്ക് സ്റ്റാൻഡ് ചെയ്തിരിക്കുന്നത്. സ്റ്റാൻഡ് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. കാരണം സ്റ്റാൻഡിൽ നമ്മുടെ ടാങ്ക് കയറി അതിൻ്റെ വെള്ളം ലോഡ് ചെയ്യുമ്പോഴാണ് സ്റ്റാൻഡിൻ്റെ യഥാർത്ഥ രൂപം നമുക്ക് മനസ്സിലാവുന്നത്. കാരണം പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും, ഇതിപ്പോൾ 1000 ലിറ്റർ വെള്ളം ഇതിൻ്റെ മുകളിൽ ഓൾറെഡി ലോഡായി കഴിയുമ്പോൾ ഈ സ്റ്റാൻഡിനൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. സാധാരണ സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വെള്ളത്തിൻ്റെ ലോഡ് അനുസരിച്ചിട്ട് ടാങ്ക് ചെറുതായിട്ട് വളഞ്ഞു വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. പ്ലാസ്റ്റിക്കിൻ്റെ ടാങ്ക് ആയതുകൊണ്ട്, അതായത് നമ്മുടെ സ്റ്റാൻഡ് അതുപോലെ ജസ്റ്റ് വളഞ്ഞു പോയി കഴിഞ്ഞാൽ ടാങ്കിൻ്റെ അടിവശം നിരപ്പാവാതെ വരുന്ന സമയത്ത് ടാങ്ക് രണ്ടായിട്ട് പൊട്ടിപ്പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. പ്ലാസ്റ്റിക്കിൻ്റെ ടാങ്ക് ആയതുകൊണ്ട് രണ്ടായിട്ട് പൊട്ടിപ്പോകും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്റ്റാൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ തന്നെ ഇട്ട് ചെയ്യണം. അത് വളഞ്ഞു പോവാത്ത രീതിയിൽ തന്നെ ചെയ്യണം. അത് കണ്ടോ, ഈ കൊടുത്തിരിക്കുന്ന രീതി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ കൊടുത്തിരിക്കുന്ന ചാനലിൻ്റെ എല്ലാ വശവും ടാങ്ക് അതിൽ മുട്ടിയിരിക്കണം. എന്നാൽ മാത്രമേ, മുട്ടിയിരിക്കാത്തതിൻ്റെ അർത്ഥം സ്റ്റാൻഡ് സ്ട്രെയിറ്റ് ആണ്, വളഞ്ഞിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതുപോലെ തന്നെയുള്ള മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. ആംഗ്ലർ വേണമെങ്കിൽ കൊടുക്കാം. ഇനി അതല്ല, സ്ക്വയർ ട്യൂബാണ് നമുക്ക് വേണമെങ്കിലും കൊടുക്കാം. ഈ സ്ക്വയർ ട്യൂബ് തമ്മിൽ ചെറിയ അകലമേ കൊടുക്കാവൂ, സ്ട്രോങ് ആയിരിക്കണം. പിന്നെ താഴത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ 4 കാലുകളും തമ്മിൽ സപ്പോർട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആംഗ്ലർ ഇട്ട് ചെയ്താലും പ്രശ്നമില്ല, സ്ട്രോങ് ആയിരിക്കണം. വളഞ്ഞ് താഴേക്ക് പോരരുത്. വളഞ്ഞ് താഴേക്ക് പോന്നാൽ പ്ലാസ്റ്റിക്കിൻ്റെ ടാങ്ക് ആയതുകൊണ്ട് ആ ഏരിയ ജസ്റ്റ് ഒരു കർവ് പോലെ വരും. ഒട്ടും വഴങ്ങി കൊടുക്കാത്തതുകൊണ്ട് 1000 ലിറ്റർ എന്ന് പറയുമ്പോൾ ഏകദേശം 1000 ചില മുകളിൽ വെയിറ്റ് വരുന്ന പൊട്ടിപ്പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇനി ഇതിലേക്ക് വരുന്ന പൈപ്പുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ നോക്കുക, നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് 2 ഇഞ്ച് പൈപ്പും ഒരു 2 ഇഞ്ച് പൈപ്പുമാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഇഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ വെള്ളം, മോട്ടറിൽ നിന്നുള്ള വെള്ളം ടാങ്കിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് ഒരെണ്ണം കൊടുത്തിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ 1 ഇഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ഓവർഫ്ലോ, അതായത് ടാങ്ക് നിറഞ്ഞു കഴിഞ്ഞാൽ ഓവർഫ്ലോ അറിയാൻ വേണ്ടിയിട്ടാണ് ഒരു ഇഞ്ച് കൊടുത്തിരിക്കുന്നത്. ഇനി 2 ഇഞ്ച് പൈപ്പാണ് ഈ കാണുന്നത്. നമ്മൾ യൂണിയൻ ഇട്ടിട്ടാണ് 2 ഇഞ്ച് പൈപ്പ് നമ്മുടെ യൂണിയനിലേക്ക് കണക്ട് ചെയ്യുന്നത്. അതായത് ടാങ്ക് കണക്ടർ വിത്ത് യൂണിയൻ. ടാങ്ക് നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് അഴിച്ചെടുക്കണമെങ്കിൽ വേണ്ടിയിട്ടാണ് യൂണിയൻ കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് നേരെ 2 ഇഞ്ച് പൈപ്പ് നേരെ പൊക്കി കൊടുത്തിരിക്കുന്നു. അതായത് ഈ ഹൈറ്റ് കൊടുക്കുന്നതിന് ഒരു കാരണമുണ്ട്. ഈ ഹൈറ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ ലെവൽ വരെ മാത്രമേ നമുക്ക് ടാങ്കിൻ്റെ വെള്ളം നിർത്തുന്നതാണ് ഏറ്റവും നല്ലത്. ആ ലെവലിൽ വേണം നമുക്ക് ഓവർഫ്ലോൻ്റെ ടീ കൊടുക്കാനായിട്ട്. അതിന് മുകളിലേക്ക് കൊടുത്താൽ ഒരു 5 സെക്കൻഡോ അല്ലെങ്കിൽ ഒരു മിനിറ്റിന് മുകളിൽ നമ്മൾ മോട്ടർ ഓണായി കിടന്ന് നമ്മൾ ഓഫ് ചെയ്യാൻ മറന്നു പോയി കഴിഞ്ഞാൽ ടാങ്ക് നിറഞ്ഞ് പുറത്തേക്ക് വെള്ളം പോയിക്കൊണ്ടിരിക്കും. ടാങ്ക് നിറഞ്ഞ് പുറത്തേക്ക് വെള്ളം പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അത്രയും നിറയാൻ അനുവദിക്കരുത്. എന്നാൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി നമുക്ക് മാക്സിമം നമുക്ക് കിട്ടാവുന്ന രീതിയിൽ ആ ഒരു ബീഡിങ് വരുന്നുണ്ട്. ആ ബീഡിങ്ങിൻ്റെ ലെവലിൽ ടാങ്ക് കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. 1000 ലിറ്ററിൻ്റെ ടാങ്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓവർഫ്ലോ കൊടുക്കുന്ന സമയത്ത് ടാങ്കിൻ്റെ ഫുൾ കപ്പാസിറ്റി ഒരു 99-100% ഉപയോഗിക്കുന്ന രീതിയിൽ നമ്മൾ ഓവർഫ്ലോ കൊടുക്കരുത്. ഓവർഫ്ലോ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് നമ്മൾ മോട്ടർ ഓൺ ചെയ്ത് കിടന്നാൽ ഓഫ് ചെയ്യാൻ മറന്നു പോയി കഴിഞ്ഞാൽ വെള്ളം കംപ്ലീറ്റ് ടാങ്കിൻ്റെ ഓവർഫ്ലോയേക്കാൾ കൂടുതൽ പുറത്തേക്ക് കവിഞ്ഞൊഴുകി എവിടെയാണോ കൊടുത്തിരിക്കുന്നത് ആ ഏരിയ മൊത്തം നനഞ്ഞു പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ,
നമ്മളിതിലേക്ക് ഇന്ന് കൊടുത്തിരിക്കുന്നത് 1 ഇഞ്ച് പൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. നേരെ നമ്മുടെ മോട്ടറിൽ നിന്ന് വന്നിരിക്കുന്ന 1 ഇഞ്ച് പൈപ്പ് നേരെ ബെൻഡിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ബെൻഡിട്ട് തന്നെ കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അത്രയും ഫോഴ്സ് നമുക്ക് ടാങ്കിൽ കിട്ടും. കാരണം എൽബോ ഇടരുത്. എൽബോ ഇട്ടുണ്ടെങ്കിൽ അത്രയും ബെൻഡിൻ്റെ ഓരോ ബെൻഡിൻ്റെ പ്രഷറിൽ ചെറിയ വ്യത്യാസം വരാനുണ്ട്. ബെൻഡാകുമ്പോൾ വളരെ ഫ്രീ ആയിട്ട് ഒഴുകി നമ്മുടെ ടാങ്കിൻ്റെ അകത്തേക്ക് വരുന്നതാണ്. ഇനി വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഓൾറെഡി 2 ടാങ്ക് ഉണ്ടെന്ന് വിചാരിക്കുക. 2 ടാങ്കും ഒരേ അളവായിരിക്കണം. ഒരു ടാങ്ക് 500ൻ്റെയും ഒരു ടാങ്ക് 1000ൻ്റെയും വെക്കരുത്. അപ്പോൾ ഏതാണോ ഏറ്റവും ചെറിയ ടാങ്ക് ആ ടാങ്ക് നിറഞ്ഞ് പെട്ടെന്ന് ഓവർഫ്ലോ പുറത്തേക്ക് പോകും. അപ്പോൾ നമുക്ക് 500 ലിറ്ററിൻ്റെ ഉപയോഗിക്കാൻ മാത്രമേ ഉള്ളൂ. നമ്മൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എത്ര ടാങ്കാണ് വെക്കുന്നത് അതെല്ലാം ഒരുപോലത്തെ ടാങ്കാണ് കൊടുത്തിരുന്നത്. പിന്നെ നിങ്ങൾ ഈ കാണുന്ന പോലെ കണ്ടോ, എപ്പോഴും നമുക്ക് ടാങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളോ ക്ലീൻ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്കോ കയറുന്നതിന് വേണ്ടിയിട്ട് ഒരു ഗോണി പോലെ സ്റ്റാൻഡിനോട് അറ്റാച്ച് ചെയ്ത് തന്നെ ചെയ്തിരിക്കുന്നു. ഇത് വളരെ നല്ലൊരു കാര്യമാണ്. മിക്ക സ്ഥലങ്ങളിലും കണ്ടിരിക്കുന്നത് സ്റ്റാൻഡ് ചെയ്യും, പക്ഷേ അതിൻ്റെ മുകളിലേക്ക് കയറി എന്തെങ്കിലും ചെയ്യാൻ കാര്യങ്ങൾക്കായിട്ട് ഒരു സേഫ്റ്റിയോ അതിൻ്റെ മുകളിലേക്ക് കയറാനോ ഒരു ഓപ്ഷൻ ഉണ്ടാവില്ല. ഇത് വളരെ സിമ്പിളായിട്ട് ഒരു ഗോണി എന്ന രീതിയിൽ തന്നെ സൈഡിൽ ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കയറാം. അതിൻ്റെ കംപ്ലയിൻസോ കാര്യങ്ങളോ എന്തെങ്കിലും കംപ്ലയിൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് തമ്മിലുള്ള ഗ്യാപ്പ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന പട്ട തമ്മിലുള്ള ഗ്യാപ്പ് കണ്ടോ, ഏകദേശം ഒരു 2.5 ഇഞ്ച് മാക്സിമം വരുന്ന, അല്ലെങ്കിൽ 2 ഇഞ്ച് 2.5 ഇഞ്ച് മാക്സിമം കൊടുത്താൽ മതി. അതിനേക്കാൾ കൂടുതൽ ഇടാതിരിക്കുന്നതാണ് നല്ലത്. കൂടുതലിട്ടാൽ ടാങ്കിൻ്റെ അല്ലെങ്കിൽ സ്റ്റാൻഡിൻ്റെ ബലം പോവുകയും അതുപോലെ തന്നെ പെട്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളഞ്ഞ് കർവ് പോലെ ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. നമ്മൾ ഈ സ്റ്റാൻഡ് കൂടുതലും യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു, അതായത് ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് പ്രഷർ കുറയുമ്പോഴാണ് നമ്മളിത് ചെയ്യുന്നത്. സ്റ്റാൻഡിൽ വെച്ച് പൊക്കി കൊടുക്കുന്നത് 5 അടി ഹൈറ്റിൽ നമ്മൾ കൊടുക്കുന്നത്. ഇത് കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യുന്നത് ഡൈവേർട്ടർ പോലുള്ള സ്ഥലങ്ങൾ, ഡൈവേർട്ടർ വയ്ക്കുമ്പോഴാണ് കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത്. ഡൈവേർട്ടറിന് വളരെ അത്യാവശ്യമാണ്. മിനിമം 5 അടി ഹൈറ്റെങ്കിലും ഉണ്ടായാൽ മാത്രമേ ഡൈവേർട്ടർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അത് പ്രഷർ പമ്പ് വെക്കേണ്ട കാര്യം പോലും വരുന്നില്ല. കാരണം ചില സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, ഓൾറെഡി നമ്മൾ ഈ ഇങ്ങനെ ഒരു പ്രശ്നം വരുന്ന സമയത്ത് പ്രഷർ കുറയുന്ന സമയത്ത് ഡൈവേർട്ടറിൽ പ്രഷർ കുറയുന്ന സമയത്ത് നേരെ നമ്മൾ പ്രഷർ പമ്പാണ് കൊടുക്കുന്നത്. അത് നമ്മൾ ചിലപ്പോൾ ടാങ്ക് ഇരിക്കുന്നത് ഓൾറെഡി നമ്മുടെ വാർക്കയുടെ മുകളിലായിരിക്കും. അതിനേക്കാൾ ബെറ്റർ പ്രഷർ പമ്പ് ഒഴിവാക്കിയതിന് ശേഷം ഈ സ്റ്റാൻഡിൽ കൊടുക്കുകയാണെങ്കിൽ ഡൈവേർട്ടർ വളരെ സിമ്പിളായിട്ട് ഷവറിലൊക്കെ നല്ല രീതിയിൽ വെള്ളം വന്ന് കാര്യങ്ങൾക്കൊക്കെ ഒരു യാതൊരു തടസ്സമില്ലാതെ വളരെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കും. അതുമാത്രമല്ല പ്രഷർ പമ്പിന് നമ്മൾ ചിലവാക്കുന്ന എമൗണ്ട് കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിക്കഴിയുമ്പോൾ വളരെ ലാഭകരവുമാണ്. അതുമാത്രമല്ല പ്രഷർ പമ്പ് വർക്ക് ചെയ്യുന്നതിന് അത്യാവശ്യം കറണ്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ചിലവ് കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ഒരു സ്റ്റാൻഡ് വെച്ച് ഒരു 5 അടി സ്റ്റാൻഡ് വെച്ച് ക്ലിയർ ചെയ്ത് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ടാങ്കിൽ നിന്ന് ഇറങ്ങുന്ന പൈപ്പ് മിനിമം ഏറ്റവും കുറഞ്ഞത് 2 ഇഞ്ച് ആയിരിക്കണം. അതിനേക്കാൾ താഴെ കൊടുക്കാതിരിക്കുക. 2 ഇഞ്ച് കൊടുത്തിട്ട് നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ഈ 5 അടി സ്റ്റാൻഡ് കൊടുത്തിട്ട് 2 ഇഞ്ച് പൈപ്പ് കൊടുത്തിട്ട് ഫസ്റ്റ് ഫ്ലോറിലേക്ക് നമ്മൾ കൊടുത്താൽ എല്ലാ ഡൈവേർട്ടറും ഏത് ഡൈവേർട്ടർ ആണെങ്കിലും കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. അതുമാത്രമല്ല ഷവറിൽ നല്ല രീതിയിലുള്ള ഫോഴ്സും കാര്യങ്ങളും നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ പ്രഷർ പമ്പ് നമുക്ക് വേണമെങ്കിൽ മാക്സിമം ഒഴിവാക്കാനും സാധിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾ ഉദ്ദേശിച്ച പോലെ തന്നെ നിങ്ങൾക്ക് ടാങ്ക് എങ്ങനെ വെക്കാമെന്നും എത്ര സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ എത്ര സ്ട്രോങ് ആയിരിക്കണമെന്നും എത്ര ഹൈറ്റ് വേണമെന്നും എങ്ങനെയൊക്കെ കണക്ട് ചെയ്യേണ്ടതെന്നും ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക. എന്നാൽ ലൈക്ക് ചെയ്താൽ മാത്രമേ ഇത് ഉപകാരപ്പെടുന്ന ആളിലേക്ക് മാക്സിമം എത്തിച്ചേരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക. ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കുക ഫ്രണ്ട്സ്. അപ്പോൾ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.